വിദ്യാഭ്യാസമുള്ളവർ വർഗീയത പറയുന്ന നാടായി കേരളം മാറിക്കഴിഞ്ഞുവെന്ന് ഡോക്ടർ MP അബ്ദുസമദ് സമദാനി MP പറഞ്ഞു. തൗദാരം പൊന്നാനി പ്രസിദ്ധീകരിച്ച നവൈത്തു പൊന്നാനിയിലെ നോമ്പോർമ്മകൾ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെറുപ്പുകൊണ്ട് അതിനെ നിറക്കാൻ അനുവദിക്കരുത്. മനസ്സിന്റെ ചുരുക്കമാണ് ലോകത്തിന്റെ അസുഖം. വെറുപ്പിനെതിരെ നിലനിൽക്കാനുള്ള ഊർജമായിരിക്കണം സംസ്കാരം. വർഗീയത പറയുന്നവർക്ക് അംഗീകാരം ലഭിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. നോർക്ക റൂട്ട്സ് വൈസ് ചെയർപേഴ്സൺ P. ശ്രീരാമകൃഷ്ണൻ പുസ്തകം സ്വീകരിച്ചു. സ്വാഗത സംഘം ചെയർമാൻ K. ഇമ്പിച്ചിക്കോയ അധ്യക്ഷത വഹിച്ചു. നവൈത്തു എഡിറ്റർ KV നദീർ പുസ്തക പരിചയം നടത്തി. ചിത്രരചനാ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം നഗരസഭാ ചെയർപേഴ്സൺ ശിവദാസ് ആറ്റുപുറം നിർവഹിച്ചു. ഡോക്ടർ K. ലതിക, മുൻ MP C. ഹരിദാസ്, സിദ്ദീഖ് അലി രാങ്ങാട്ടൂർ, MES സംസ്ഥാന ട്രഷറർ OC സലാഹുദ്ദീൻ, അജിത് കൊളാടി, UM ഇബ്രാഹിംകുട്ടി, KM അബ്ദുറഹിമാൻ, PP കമാലുദ്ദീൻ, UK കബീർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് അക്ബർ മ്യൂസിക് അവതരിപ്പിച്ച സംഗീത നിശ നടന്നു. സാംസ്കാരിക സായാഹ്നത്തിന് താജ് ബക്കർ സ്വാഗതവും ഹബീബ് സർഗം നന്ദിയും പറഞ്ഞു. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ചടങ്ങാണ്, ഒരു പുസ്തക പ്രകാശനമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഈ പുസ്തകത്തിൻ്റെ ബീജാവാപത്തെക്കുറിച്ച് ആധികാരികമായിട്ട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പുസ്തക പരിചയം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. വളരെ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ അവരുടെ വിചിന്തനങ്ങൾ ഇതേക്കുറിച്ച് ഇവിടെ പ്രകടിപ്പിക്കാനായിട്ട് ഇരിക്കുകയാണ്. പല കോണുകളിലൂടെ ഈ പുസ്തകത്തെ നോക്കിക്കാണാം എന്ന് എനിക്ക് തോന്നുന്നു. ഒരു പുസ്തക പ്രകാശനത്തിന് ഇത്ര വലിയ ഒരു സദസ്സ് ഇന്ന് കേരളക്കരയിൽ അത്ര സാധാരണമല്ല. സംഗതി പുസ്തകം ഇഷ്ടം പോലെ വായിക്കപ്പെടുന്നു. പുസ്തകങ്ങൾ ധാരാളമായിട്ട് വളരെ കനപ്പെട്ട പുസ്തകങ്ങൾ ഇറങ്ങുന്നു. അതിലൊന്നും സംശയമില്ലെങ്കിൽ പോലും പഴയ വായനാ സംസ്കാരം ഇന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതത്ര ശരിയായിരിക്കില്ല. സാമൂഹിക മാധ്യമങ്ങളുടെ തള്ളിക്കയറ്റത്തോടെ ഒരു പരിധിവരെ, പ്രത്യേകിച്ചും ഒരു തലമുറയിൽ പുസ്തകങ്ങളോടും വായനയോടും ദിനപത്രം വായിക്കുന്നവരുടെ എണ്ണം വരെ വളരെ ചുരുക്കമാണ്. പത്രങ്ങളും ഭീഷണി നേരിടുകയാണ്. പല പത്രങ്ങളും വലിയ ഭീഷണിയിലാണ്. കാരണം സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമാണ്. അതിന് ഗുണമുണ്ട്, ദോഷമുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഏതായിരുന്നാലും അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇത്ര വിപുലമായൊരു സദസ്സ്, ഇത്ര പ്രബുദ്ധമായിട്ടുള്ള ഒരു സദസ്സ്, ഇത്രയേറെ വിശിഷ്ട വ്യക്തികൾ സംബന്ധിച്ചിട്ടുള്ള ഒരു ചടങ്ങ്, ഈ പുസ്തകത്തിനും അത് അണിയിച്ചൊരുക്കിയ അതിൻ്റെ ശില്പികൾക്കുമുള്ള വലിയ അംഗീകാരമാണ്, വലിയ ബഹുമാനമാണ് എന്നെനിക്ക് തോന്നുന്നു. ഞാനും ഈ മഹാസദസ്സിന് വേണ്ടി അവരെ അഭിനന്ദിക്കുന്നു. ഈ സാംസ്കാരിക കൃത്യം, ഈ കൾച്ചറൽ ഇൻ്റർവെൻഷൻ, ഈ സാംസ്കാരികമായിട്ടുള്ള ഇടപെടൽ എന്നാണ് ഞാനതിനെ വിളിക്കുന്നത്. അതിനെ ഒരു കർമ്മമായിട്ട് മാത്രം കാണാൻ സാധിക്കില്ല. അതൊരു ഇടപെടലാണ്, ഒരു ഇൻ്റർവെൻഷനാണ്. ആ ഇൻ്റർവെൻഷൻ നടത്തിയ പൊന്നാനിയിലെ എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നമ്മുടെ ഒരു പൊതു സംസ്കാരമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. അതൊരു പ്രത്യേക മതത്തിൻ്റെയോ സമുദായത്തിൻ്റെയോ അല്ല. ഞാൻ ശ്രീ ലീഡർ കരുണാകരൻ, അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ ഓർക്കും. ഞാനിങ്ങനെ ചെല്ലുമ്പോൾ അദ്ദേഹം കടന്നു ചെല്ലുമ്പോൾ പറയും, കണ്ണുകൾ ഇറുക്കിയിട്ട് അസ്സലാമു അലൈക്കും. അങ്ങനെയായിരുന്നു സ്ഥിരമായിട്ട് ശ്രീ K. കരുണാകരൻ. ഒരു രസമായി, ഒരു സന്തോഷമായി. അതാരെങ്കിലും പ്രീതിപ്പെടുത്താനാണോ? ഒരു സംസ്കാരമാണ്. ഇന്ന് ഗൾഫിലുള്ള എത്രയോ ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, എൻ്റെ വളരെ ഉറ്റവരായ സുഹൃത്തുക്കൾ, ചിലപ്പോൾ കാണുമ്പോഴൊക്കെ സലാം അലൈക്കും. യേശുദാസ് ഞാൻ പലപ്പോഴും കാണുമ്പോൾ രാത്രിയൊക്കെ ചിലപ്പോൾ, ഇപ്പം ഞാൻ വിളിക്കും, അമേരിക്കയിലാണല്ലോ, രാത്രി വിളിച്ചാലേ കിട്ടും. ഈ അടുത്തും ഞാൻ ദാസേട്ടനെ വിളിച്ചിരുന്നു. ഒരു 12 മണിക്ക് വിളിച്ചു. 1 മണി വരെ ഞങ്ങൾ സംസാരിച്ചു. അതിനിടയിൽ എത്ര തവണയാണ് അദ്ദേഹം ഓരോ കാര്യങ്ങൾ കേരളത്തെക്കുറിച്ച്, അപ്പോഴും തുടങ്ങുമ്പോൾ അസ്സലാമു അലൈക്കും. ഇതെന്നെ സന്തോഷിപ്പിക്കാനാണോ? ഒരിക്കലുമല്ല. നമ്മുടെ ചില പൊതു സംസ്കാരങ്ങളാണ്. ഗാന്ധി ആ പൊതു സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ്. അപ്പൊ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത് തിരിച്ചു പിടിക്കണ്ടേ? ഒരു ബോംബിട്ടാൽ, എവിടെയാണെങ്കിലും ഒരു ബോംബിട്ടാൽ ആ ബോംബിന്റെ പ്രത്യാഘാതത്തിന് ദൂരം കാണും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഇത്ര കിലോമീറ്റർ
ബോംബിന്റെ ആഘാതം ഉണ്ടാകും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, വാക്കിന്റെ ബോംബോ? ഈ പുസ്തകം ഒരു ചരിത്ര രേഖ എന്ന നിലക്ക് ഈ നാടിൻ്റെ ഒരു മാസക്കാലത്തെയാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. വിശുദ്ധ റമദാനിലെ രാവും പകലും എങ്ങനെയായിരിക്കും എന്നതിൻ്റെ നേർചിത്രമാണ് ഈ പുസ്തകം എന്നുള്ളത്. ഇവിടെ സൂചിപ്പിച്ച പോലെ 66 ആളുകൾ, പൊന്നാനിക്കാരായ 66 ആളുകൾ ഈ പുസ്തകത്തിൽ രചന നിർവഹിച്ചിട്ടുണ്ട്. ഇതിൽ മഹാഭൂരിപക്ഷം ആളുകളും ജീവിതത്തിൽ ആദ്യമായി ഒരു പ്രസിദ്ധീകരണത്തിന് വേണ്ടി എഴുതുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. പരമ്പരാഗതമായി അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡായി എഴുത്തുകാരല്ലാത്ത മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ അവരുടെ അനുഭവത്തെ, അവരുടെ ജീവിതത്തെ, അവരുടെ കാഴ്ചയെ, അവരുടെ ആസ്വാദനത്തെ അക്ഷരങ്ങളിലേക്ക് മാറ്റിയപ്പോൾ ഈ പുസ്തകം ഒരു ജീവനുള്ള ഒരു മാനുസ്ക്രിപ്റ്റായി മാറ്റപ്പെടുന്നു എന്നുള്ളതാണ്. പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം പൊന്നാനിയിലെ 12 മാസത്തിൽ ഒരു മാസം എങ്ങനെ എന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ നാവ് കൊണ്ട്, വായ കൊണ്ട്, പേന കൊണ്ട് ഇനി പറഞ്ഞു കൊടുക്കേണ്ടതില്ല. അത് ഈ പുസ്തകത്തിൽ സമഗ്രമായി പ്രതിപാദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. 66 ആളുകൾ, 66 പേർ, അതിൽ 22 പേർ സ്ത്രീകളാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. 66 ആളുകളിലെ 1/3 ഈ പുസ്തകത്തിൽ രചന നിർവഹിച്ചിരിക്കുന്നത് സ്ത്രീകളാണ് എന്നുള്ളതാണ്. അവരൊക്കെയും ആദ്യമായി അവരുടെ പേനയിൽ നിന്നുള്ള അവരുടെ അക്ഷരങ്ങൾ മഷിപുരളുന്നു എന്ന പ്രത്യേകത കൂടി ഈ പുസ്തകത്തിനുണ്ട്. നമുക്കറിയാം, പൊന്നാനി നിരന്തരമായ വൈവിധ്യങ്ങളെ, വ്യത്യസ്തതകളെ പുൽകുന്ന ഒരു നാടാണ്. 100,000 വ്യത്യസ്തതകൾ ഈ നാടിനുണ്ട്. കേവലം 5 കിലോമീറ്റർ പരിധിക്കകത്ത് 5 വ്യത്യസ്ത ഭാഷാ ശൈലികൾ ഉള്ള ഒരു നാടാണ് പൊന്നാനി. ഈ 5 കിലോമീറ്റർ പരിധിക്കകത്ത് 5 തരം തൊഴിൽ ഇനങ്ങൾ ഈ നാട്ടിലുണ്ട്. നമുക്കറിയാം, മത്സ്യബന്ധനം, അതേപോലെ സമുദ്രയാനം, കൃഷി, വ്യാപാരം, അങ്ങനെ വേണ്ട, അതുപോലെ കയർ ഉൾപ്പെടെയുള്ള പരമ്പരാഗത തൊഴിലുകളൊക്കെ ചെയ്ത് വ്യത്യസ്തതയുടെ ഒരു മൂർധന്യത നിലനിൽക്കുന്ന ഒരു നാട് കൂടിയാണ്. അതുകൊണ്ട് തന്നെ പൊന്നാനിയുടെ ഒരു മാസത്തെ നോമ്പുകാലം എന്നുള്ളത് 100ഓളം വൈവിധ്യങ്ങളുടെ സവിശേഷമായ ഒരു കാലം കൂടിയാണ്.